തിരുവനന്തപുരം നെയ്യാറ്റിൻകര കോട്ടയ്ക്കൽ തൃപ്പലവൂർ റോഡിൽ അപകടാവസ്ഥയിലായിരുന്നു ഒരു മരം. ഇന്നലെയും ഇന്നുമല്ല, കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. ആ മരം ഇപ്പോൾ കടപുഴകി വീണു. റോഡിൽ അപകടകരമായി നിൽക്കുന്ന ഇലവുമരത്തെക്കുറിച്ച് വാർത്ത ചെയ്യാൻ റിപ്പോർട്ടർ വാർത്താസംഘം എത്തിയപ്പോൾ മരം വീണു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം തന്നെ മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട പ്രദേശവാസികൾ പരാതി നൽകിയതാണ്. പക്ഷേ മരം ഇതുവരെ മുറിച്ചില്ല. പിന്നാലെയാണ് ഇലക്ട്രിക് ലൈനുകൾക്ക് മുകളിലൂടെ മരം വീണത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ അധികൃതരിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പൂർണ്ണമായി തന്നെ ദ്രവിച്ച നിലയിലാണ് ഉള്ളത്. അത് ഇളകി വീഴുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ വാർത്ത എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നത്. ഇവിടുത്തെ ആളുകൾ 2022 സ്വാന്തന സജു നമുക്കൊപ്പം ചേരുകയാണ്. സ്വാന്തന സജു, ഈ ഇലവുമരം അപകടാവസ്ഥയിലാണ്. കേടുപിടിച്ച് ഉള്ളുപൊള്ളയായ അതിന്റെ അടിഭാഗം അതെങ്ങനെയാണ് നിൽക്കുന്നത് എന്നതടക്കം വ്യക്തമാക്കിക്കൊണ്ട് പരാതി കൊടുത്തതാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ. ആ പരാതിയിന്മേൽ ആരും അനങ്ങിയില്ല. അതാ ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ആ മരം അങ്ങ് വീഴുകയാണ്. ഈ മരം മുറിച്ചു മാറ്റാതിരുന്ന അധികൃതരുടെ അനാസ്ഥ അതെത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നതിന് ആ ദൃശ്യങ്ങൾക്ക് നേരിട്ട് തന്നെ സാക്ഷിയാവുകയായിരുന്നില്ലേ സ്വാന്തന ഇന്ന്? തീർച്ചയായിട്ടും സുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പല്ലവൂർ കോട്ടയ്ക്കൽ റോഡിലാണ്. ഈ ഭാഗത്താണ് തൃപ്പല്ലവൂരിൽ നിന്ന് കോട്ടയ്ക്കലിലേക്ക് പോകുന്ന ഭാഗത്താണ്. ഈ പ്രദേശവാസികളായ ആളുകൾ തന്നെയാണ് സുജ ഇത്തരത്തിലൊരു മരം കുറച്ചധികം നാളുകളായി ഇങ്ങനെ അപകടത്തിൽ നിൽക്കുന്നുണ്ട്, അതൊന്ന് വന്ന് വാർത്ത ചെയ്യാമോ എന്ന് ചോദിച്ച ഈ പ്രദേശവാസി തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ തന്നെയാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ കാണുന്ന കാഴ്ച സുജ, ഈ മരം ഇങ്ങനെ ശക്തമായ കാറ്റാണ് ഈ പ്രദേശത്ത്. മരം ഇങ്ങനെ നിന്നാടുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, അതിനടുത്തേക്ക് പോകരുത്, അത്ര നല്ല അവസ്ഥയിലല്ല ആ മരം നിൽക്കുന്നത്, അത് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ഈ വാർത്ത എടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മരത്തിനടുത്തേക്ക് വന്നു നിന്ന് ഇതാണ് മരം, ഇതാണ് ഈ മരത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുജ ഈ മരം ഒടിഞ്ഞു വീഴുന്നത്. ഇത് 2024 ഫെബ്രുവരിയിൽ തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഈ വീടിന് മുന്നിൽ ഈ വീട്ടിലെ ചേട്ടൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിരുന്നതാണ്. PWD എഞ്ചിനീയർക്കടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി കൊടുക്കാവുന്നതാണ്. ആ പരാതി നൽകിയിരിക്കുന്നത് വിജയൻ വി ആണ്. വിജയൻ വിയുടെ പരാതി നമ്മളിപ്പോൾ നമ്മുടെ സ്ക്രീനിലുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, നെയ്യാറ്റിൻകര PWD എഞ്ചിനീയർക്ക് ഈ പരാതി കൊടുത്തിരിക്കുന്നത്, ഡേറ്റ് ശ്രദ്ധിക്കണം, കൃത്യമായി മുദ്ര മാറിപ്പോകരുത്, ഫെബ്രുവരി മാസം 20-ാം തീയതി, ഈ വർഷമല്ല കേട്ടോ, 2024 ഫെബ്രുവരി മാസം 20-ാം തീയതി കൊടുത്ത പരാതിയാണ്. ആ പരാതിയിൽ പറയുന്നു, കോട്ടയ്ക്കൽ തൃപ്പലവൂർ റോഡിൽ കോട്ടയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും 100 മീറ്റർ എത്തുമ്പോൾ ഇടതുഭാഗത്തായി കുളത്തിലേക്ക് തിരിയുന്ന ഭാഗത്ത് മെയിൻ റോഡിന്റെ സൈഡിൽ ഞങ്ങളുടെ വീടിന്റെ മതിലിനടുത്തായി അപകടാവസ്ഥയിൽ ഒരു ഇലവുമരം നിൽക്കുന്നു. ഈ മരത്തിന് ഇരുവശവും വൈദ്യുത ലൈനുകളാണ്. മാത്രമല്ല ഇതിന്റെ താഴ്ഭാഗം മുഴുവൻ കേടുപിടിച്ച് നശിച്ചു. ഈ മരം മറിഞ്ഞു വീഴുകയാണെങ്കിൽ പൊതുജനങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ ജീവനാപത്താണ്. ആയതിനാൽ ഈ മരത്തിന്റെ അപകടാവസ്ഥ വിലയിരുത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. വിശ്വസ്തയോടെ വിജയൻ വി പരാതി കൊടുത്തത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ്. ഇന്നിപ്പോൾ മരം ഒടിഞ്ഞ് ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് ഈ പരാതിയിൽ പറഞ്ഞതുപോലെ തന്നെ വീണിരിക്കുകയാണ്. ആരും തള്ളിയിട്ടതല്ല, മരം തന്നെത്താനെ വീണതാണ്. അത്രയും പോട് പിടിച്ച മരമായിരുന്നു. ഈ മരം മുറിച്ചു മാറ്റാൻ ഇപ്പോൾ ആള് വന്നല്ലോ സ്വാന്തന. ഇത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വരാതെ പോയത്? സുജ, അത് തന്നെയാണ് ഇവിടെ ഉള്ളവരും ചോദിക്കുന്നത്. സുജയ വായിച്ച ആ പരാതി നൽകിയിരിക്കുന്ന വിജയനാണ് എന്നോടൊപ്പം ചേരുന്ന ചേട്ടാ. 2024 ഇതാണ് സുജയ ആ പരാതി, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ച ആ പരാതിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 2024 ഫെബ്രുവരി 20-ാം തീയതി നൽകിയ പരാതിയാണ് ചേട്ടാ. അന്ന് മുതൽ ആരും വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ മരം അങ്ങോട്ട് വീണതും PWD നിന്ന് അന്ന് ആള് വന്ന് നോക്കിയിട്ട് അവർ പോയിട്ട് ഫോറസ്റ്റിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ഫോറസ്റ്റിൽ നിന്നും ആൾ വന്നിട്ട് പറഞ്ഞത് നമ്മുടെ സ്വന്തം ചെലവിൽ മുറിച്ച് മാറ്റണമെന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞത് സ്വന്തം ചെലവിൽ മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് ഞങ്ങൾ പറയുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതുവരെ ആരും വന്നുമില്ല, പറഞ്ഞുമില്ല, മുറിച്ചുമില്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ വന്നിട്ട് പഞ്ചായത്തിൽ ഇന്ന് ഞാൻ പോയി അപേക്ഷ കൊടുത്തു. അപ്പോൾ ഓൺലൈനിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഓൺലൈനിൽ അപേക്ഷ കൊടുത്തു. PWD കൊടുത്തപ്പോഴാണോ സ്വന്തമായി മുറിച്ചു മാറ്റി? അതെ, ഫോറസ്റ്റിൽ നാൾ വന്നിട്ടാണ് പറഞ്ഞത്. അവർ ഫോറസ്റ്റിൽ കൊടുത്തിട്ട് ഫോറസ്റ്റിൽ നാൾ വന്നിട്ടാണ് പറഞ്ഞത്. ഇത് വന്ന് നോക്കിയതിന് ശേഷമാണ് പറഞ്ഞത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം ചെലവിൽ മുറിച്ച് മാറ്റണമെന്ന്. പഞ്ചായത്തിലും മറ്റു പരാതി കൊടുത്തിരുന്നു? ഇല്ല, അപ്പോഴും കൊടുത്തില്ല. ഇന്നാണ് പഞ്ചായത്ത് പരാതി കൊടുത്തത്. നമ്മൾ വരുമ്പോൾ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല.
ഇതിന്റെ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം പഞ്ചായത്തിൽ പരാതി കൊടുക്കാൻ പോയിരിക്കുകയാണ് എന്നിവിടെ പ്രദേശവാസികളായ ആളുകളൊക്കെ തന്നെയും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ സുജയ് 11 kV ലൈനിൽ തട്ടിയാണ് ഈ ഒരു മരം ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ PWDയുടെ ആൾക്കാരും അതുപോലെ തന്നെ KSEBിയുടെ ആൾക്കാരും ഒക്കെ എത്തിയിട്ടുണ്ട്. ഈ മരം വീഴുന്നതിന് ഒരു 2 സെക്കൻഡ് മുമ്പ് സുജയ കുട്ടികളുമായി ഇതിലെ ഒരു സ്കൂൾ ബസ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ മരം വന്ന് വീണത്. ഇപ്പോൾ മാത്രമല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു സ്വാതന്ത്ര്യയും നമ്മുടെ വാർത്താ സംഘവും അവിടേക്ക് വാഹനം ഓടിച്ച് വരുമ്പോൾ നിങ്ങൾ വലിയൊരു അപകടത്തിൽപ്പെട്ടേനെ. കാരണം ആ മരം നോക്കൂ, ആ മരം അങ്ങനെയാണ് ആ വഴിയിലേക്കാണ് വീഴാനായി ആ 11 kV ലൈനുകൾ താങ്ങി നിർത്തിയത് കൊണ്ട്. അല്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്ന വാഹനത്തിന് മുകളിലേക്ക് ആ ഇലവ് മരം ഉറപ്പായും വീണേനെ. മാത്രമല്ല അത്യാവശ്യം തടിവണ്ണമൊക്കെയുള്ള ഒരു അത്യാവശ്യം വലിയ മരം തന്നെയല്ലേ സ്വാതന്ത്ര്യം അത്? തീർച്ചയായിട്ടും സുജയ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് എത്രത്തോളം ഇത് വ്യക്തമാണെന്നറിയില്ല. വലിയൊരു മരം തന്നെയാണ്. അത് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മരമാണ്. ആ മരമാണ് കടപുഴകി 11 kVയിലേക്ക് വീണിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും ലൈൻ കമ്പികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് റോഡിലേക്ക് വീഴാതിരുന്നത്. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും അത് റോഡിലേക്ക് വീഴുന്ന സമയത്ത് ഈ ലൈൻ കമ്പിയിലൊക്കെ തന്നെയും കറണ്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ കണ്ടതാണ് ഇത്തരത്തിലൊരു മരക്കഷ്ണം ഒടിഞ്ഞു വീണ ലൈൻ കമ്പിയിൽ നിന്ന് കറണ്ട് അടിച്ച് അക്ഷയ് എന്ന 19കാരൻ മരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു സംഭവം ആവർത്തിക്കേണ്ടിയിരുന്ന ഇടത്താണ് വലിയൊരു അപകടം ഒഴിഞ്ഞു പോയത് എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കിവിടെ മെമ്പർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുജയ, അദ്ദേഹത്തിന് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. എന്താണ് താങ്കൾക്ക് ഇതിൽ പ്രതികരിക്കാനുള്ളത്? എന്താണ് ഇപ്പോൾ ഈ മരം ഇത്രയും അപകടാവസ്ഥ ഈ എടുത്ത നാളുകളിലാണ്. അതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഞാൻ പഞ്ചായത്തിൽ, എനിക്കറിയില്ലായിരുന്നു പഞ്ചായത്തിൻ്റെ അതിന് സ്വാഭാവികമായിട്ട് മരങ്ങൾ മുറിക്കാൻ പഞ്ചായത്തിനാണ് നമ്മൾ ലെറ്റർ കൊടുക്കാറുള്ളത്. അപ്പോൾ മെമ്പർ നിലയ്ക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ, കാരണം ഇത് ഇപ്പോൾ ഈ മറിയുന്നതിന് മുമ്പ് തന്നെ വാഹനങ്ങൾ ആ താഴോട്ടുള്ള സബ് റോഡിലുള്ള വാഹനത്തിനൊക്കെ ബുദ്ധിമുട്ടാണ് ആ അവസ്ഥയിൽ. അപ്പോൾ ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ വെച്ച സമയത്താണ് അത് നമ്മുടെ അധീനമല്ല, PW റോഡാണ്. അതാണ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പന്തെടുത്ത് തട്ടി ഇടുന്നത് പോലെ അങ്ങനെ തട്ടി ഇട്ടു. അവസാനം ആ മരത്തിനും അടുത്തു. എന്നെക്കുറിച്ച് തൊട്ടടുത്ത വീട്ടുകാരൻ വിജയൻ പരാതി കൊടുത്തു, എന്നിട്ടും എന്നെ മുറിച്ചു മാറ്റുന്നില്ല, എന്നാൽ പിന്നെ ഞാനങ്ങ് മറിഞ്ഞു വീണേക്കാം എന്ന് ആ മരം തീരുമാനിച്ചു കാണും. എങ്ങനെയാണെങ്കിലും അവിടെ നിന്നൊന്ന് മാറണ്ടേ. ആ മരം കേടുവന്ന് ദ്രവിച്ച് തന്നെ അടർന്നു വീണു. അപ്പോഴതാ ഓടിയെത്തിയിട്ടുണ്ട് KSEBിയിൽ നിന്നും, അതുപോലെ തന്നെ മറ്റ് ആളുകളും എല്ലാം ഓടിയെത്തിയിട്ടുണ്ട്. PWDയും വനംവകുപ്പും അതുപോലെ തന്നെ KSEBിയും. അങ്ങനെ എവിടെയാണോ പരാതി കൊടുക്കുന്നത് അവിടെ എത്രകാലം അനങ്ങാതിരിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണിത്. 2024 ഫെബ്രുവരി 20 ഈ മരം അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. ആ മരം വീണ 2025 ജൂലൈ 29 ഓടിയെത്തുന്നു മരം മുറിക്കാൻ. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പോൾ.